നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന കാര്യമൊക്കെ നമുക്കറിയാം. അക്കൂട്ടത്തിൽ അദ്ദേഹം നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ള ലക്ഷദ്വീപിൽ കൂടെ പോയി. അവിടെ വെറുതെ പോയതല്ല പ്രധാനമന്ത്രി. അവിടെ വ്യക്തമായ ചില ഉദ്ദേശത്തോടു കൂടി തന്നെ, ചില ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ പോയത്. അവിടെ അദ്ദേഹം പോയി സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെ ചെയ്തത്. വെള്ളത്തിലിറങ്ങി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരൊക്കെ ചില രീതിയിൽ ട്രോളുകയൊക്കെ ഉണ്ടായി. ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത്. അതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയും ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ്. അദ്ദേഹം ബീച്ചിലിരിക്കുന്ന ഫോട്ടോസ്, അതിലെ കൂടെ നടക്കുന്ന വീഡിയോകൾ, പിന്നീട് വെള്ളത്തിലിറങ്ങി, അതായത് ലൈഫ് ജാക്കറ്റും മറ്റുമൊക്കെ ശ്വാസം എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷത്തിനെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും കമ്മികളും കഥയറിയാതെ ആട്ടം കണ്ടവരുണ്ട്. പക്ഷേ ഏതാനും ചില ചിത്രങ്ങൾ മാത്രം 2-3 ദിവസം കൊണ്ട് മറ്റൊരു അയൽ രാജ്യത്തിൻ്റെ വരുമാനത്തെ പോലും പിടിച്ചു കുലുക്കുന്നതായിരുന്നു അത് മറ്റൊന്നുമല്ല, മാൽദ്വീപ് എന്ന ഒരു ദ്വീപ സമൂഹമുണ്ട്. ഈ ദ്വീപുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും നമ്മുടെ ഈ കേരളത്തിൻ്റെ 1-2 ജില്ലയുടെ അത്രയും വലിപ്പം പോലും വരില്ല. ഈ മാധ്യമ വാർത്തകളൊക്കെ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പം പോലും വരില്ല ഇതെല്ലാ ദ്വീപുകൾ കൂടി ചേർത്ത് വെച്ചാൽ. അപ്പോൾ ഈ രാജ്യം പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യത്തിന് അവരെ സഹായിച്ചിട്ടുണ്ട്. വാക്സിൻ ആവട്ടെ, അല്ലെങ്കിൽ അവിടെ പട്ടാള അട്ടിമറിയൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഇന്ത്യയുടെ സൈനികമായിട്ട് തന്നെ അവിടുത്തെ സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്. അവിടെ ഈ മാറി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സർക്കാർ വരും, അതേപോലെ തന്നെ ചില സമയത്ത് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള സർക്കാരുകളൊക്കെ വരാറുണ്ട്. അപ്പോഴും ഇന്ത്യ ഒരേ സമീപനം തന്നെയായിരുന്നു അവരോട് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ഭരണമാറ്റം നടന്നു. അവിടെ മുഹമ്മദ് മുയിസു എന്ന പുതിയ മാലദ്വീപ് പ്രസിഡന്റ് അധികാരത്തിലേറി. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിത ഒരു ഇന്ത്യ വിരുദ്ധനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചൈനയോടാണ് താല്പര്യവും. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചില ക്യാമ്പയിനൊക്കെ അവിടെ നടന്നിരുന്നു. ഇന്ത്യ ഔട്ട് എന്നൊക്കെ ഈ ടീഷർട്ടിലൊക്കെ എഴുതി പരസ്യമായിട്ട് തന്നെ ആ രീതിയിൽ തന്നെയായിരുന്നു അവിടെ പ്രചരണം നടത്തുകയും അയാൾ അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജയിച്ചതിന് ശേഷവും അത് ഒരു രാഷ്ട്രീയ മര്യാദ നരേന്ദ്രമോദി എല്ലാ തവണയും ചെയ്യുന്നതാണ്. ഏത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളാവട്ടെ അല്ലാത്ത ആളാവട്ടെ ജയിച്ച് ജനാധിപത്യ രീതിയിൽ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ട്വീറ്റ് ചെയ്തു, എല്ലാ ഭാവങ്ങളും നേർന്നു, മാലദ്വീപിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ കൊടുക്കുകയൊക്കെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ അവർ ചൈനയോട് കൂടുതൽ അടുക്കുന്നു. പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ കുറച്ച് സൈനികർ അവിടുത്തെ, അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ശാസ്ത്ര പരിവേഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ മാലദ്വീപുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ കുറച്ച് സൈനികരുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്നൊരു ദിവസം തൊട്ട് ഈ സൈനികരെ ഇന്ത്യ തിരിച്ചു വിളിക്കണം എന്ന രീതിയിൽ പറയുന്നു. ഇന്ത്യ അവർ പറയുന്നത് കേട്ടു നമ്മുടെ സൈന്യത്തെ ഇന്ത്യ തിരിച്ചു വിളിക്കുന്നു. അപ്പോഴൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്കറിയാം ഇവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്. ഇവരങ്ങനെ ചൈനയോട് എടുക്കുന്നു. പിന്നീട് ചൈനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ നിൽക്കുന്നു. ഒരു ചെറിയ കുഞ്ഞു രാജ്യമാണ് എന്ന് ഓർക്കണം. ഇതിനു മുമ്പ് 1-2 വർഷത്തിന് മുമ്പ് മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു അന്നത്തെ തലവനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മഹാതീർ മുഹമ്മദ് എന്നാണ്. നമ്മൾ കണ്ടാൽ നമ്മുടെ പിണറായി വിജയനെ പോലെ ഇരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അന്ന് ആവശ്യമില്ലാതെ കാശ്മീരിൻ്റെ കാര്യത്തിൽ കയറി ഡയലോഗ് അടിക്കുകയും പിന്നീട് ഇന്ത്യ അവിടെ നിന്നുള്ള പാം ഓയിൽ ഇറക്കുമതി തന്നെ അങ്ങ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത് ഒടുവിൽ ഈയൊക്കെ കയ്യും കാലും ഇട്ടടിച്ച് കരയേണ്ട വന്നു. ഞങ്ങളൊരു കുഞ്ഞു രാജ്യമാണ്, ഇന്ത്യ പോലൊരു വലിയ രാജ്യം, ഞങ്ങളെ പ്രതികാര കണ്ണോടെ അല്ലെങ്കിൽ ബുദ്ധിയോടെ ഞങ്ങളോട് പെരുമാറരുത്, പറ്റിപ്പോയ തെറ്റിൽ മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഇയാൾ കരയൊക്കെയുണ്ടായി. അവിടെ രാഷ്ട്രീയമായിട്ട് തന്നെ വലിയ വിഷയമുണ്ടായി. ഇയാളുടെ അധികാരം തെറിച്ചു, വേറെ ആൾ അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോഴാണ് അതിലുമൊക്കെ വളരെ 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 ചെറിയ ഒരു കുഞ്ഞു രാജ്യം നമുക്കിട്ട് ചൊറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലക്ഷദ്വീപിലെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ മാൽദ്വീപ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ മന്ത്രിമാർ അടക്കമുള്ളവർ മോദിയെയും ആ കൂട്ടത്തിൽ ഒരു കാര്യവുമില്ലാതെ ഹിന്ദുയിസത്തിനെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളും മറ്റും തുടങ്ങി. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. അല്ലാതെ തന്നെ 2-3 ദിവസം കൊണ്ട് മാലദ്വീപിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരയുന്നത് നമ്മുടെ ലക്ഷദ്വീപാണ്. മാൽദ്വീപ്സിലോട്ടുള്ള ഇന്ത്യക്കാരുടെ യാത്രയും അവരുടെ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു, ഹോട്ടൽസ് ക്യാൻസൽ ചെയ്യുന്നു. പകരം ഇതെല്ലാം ലക്ഷദ്വീപിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ കായിക രംഗത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള സച്ചിൻ അടക്കമുള്ള ആളുകൾ ലക്ഷദ്വീപിൻ്റെ പശ്ചാത്തലത്തിലുള്ള ട്വീറ്റുകളിടുന്നു, ചിത്രങ്ങളിടുന്നു.
ജോൺ എബ്രഹാം ഇടുന്നു, അക്ഷയ് കുമാർ ഇടുന്നു, അതേപോലെ തന്നെ സൽമാൻ ഖാൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായിട്ട് ഇതേപോലെയുള്ള ചിത്രങ്ങളിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഗിളിൽ അത് വലിയ ട്രെൻഡിങ് ആയി. ലക്ഷദ്വീപിലേക്ക് ആൾ വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ ലക്ഷദ്വീപിലേക്ക് ആൾ വന്നാൽ നമ്മുടെ കേരള ടൂറിസത്തിലും ഇത് ഗുണകരമാണ്. പക്ഷേ ഇവിടെയുള്ള അന്തങ്ങൾക്ക് ആ ബുദ്ധിയൊന്നും പോവില്ല എന്ന് തോന്നുന്നു. അവരിപ്പോഴും മോദി ലക്ഷദ്വീപിൽ വന്നപ്പോൾ ഇട്ട ജാക്കറ്റിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഇക്കാര്യത്തിലേക്ക് വരാം. ഇന്ന് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കളിയാക്കിയ 3 മന്ത്രിമാരെയും അവർ പുറത്താക്കിയിരിക്കുകയാണ് മാലദ്വീപ്സ് ഭരണകൂടം. അതിന് ഇന്ത്യയോട് അവർ മാപ്പും ചോദിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായമല്ല, അത് അവർ വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അവരെ എന്നിട്ടും ഈ മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരാളുടെ പേര് മിനിസ്റ്റർ മറിയം സ്ലോന, മറ്റൊരാൾ മാൽഷ ആൻഡ് ഹസൻ സിഖാൻ എന്നീ 3 മന്ത്രിമാരെയാണ് അവർ പുറത്താക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയോട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു രാജ്യം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദ്വീപ സമൂഹം മാത്രമാണ് ഈ മാലദ്വീപ്സ് എന്ന് പറഞ്ഞാൽ. അവരുടെ വരുമാനത്തിൻ്റെ 60% ഈ ടൂറിസത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ കയറി ചൊറിഞ്ഞ് പ്രകോപിപ്പിച്ചാൽ അവരുടെ പ്രധാന വരുമാനമായിട്ടുള്ള ടൂറിസം, അതായത് 60% എന്നുള്ള സംഗതി തന്നെ ഇല്ലാതെ, അത് അല്ലെങ്കിൽ തന്നെ അതൊരു പട്ടിണി രാജ്യമാണ്. ഈ ടൂറിസത്തിൻ്റെ ബലത്തിലാണ് അവർ നിൽക്കുന്നത് തന്നെ. അതിൻ്റെ കാര്യം, അതിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം കത്തി. മുൻ പ്രസിഡൻ്റായിരുന്ന ആൾ ഈ ഭരണപക്ഷത്തിനെ വിമർശിച്ചുകൊണ്ട് വന്ന്, നിങ്ങൾ ചെയ്തത് വലിയ മണ്ടത്തരമാണ്, ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇനി നിങ്ങളെ കാത്തിരിക്കുക, അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രസ്താവനകളൊക്കെ പിൻവലിച്ച്, ട്വീറ്റുകളൊക്കെ പിൻവലിച്ച് ആ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് അവിടുത്തെ മുൻ പ്രസിഡൻറ്റ് പറയുകയും അതിന് പ്രകാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്ത്യക്ക് പുറത്തേക്കും വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, കാനഡയുടെ കാര്യത്തിലും അതേപോലെ തന്നെ മുൻപ് ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും, ഇമ്രാൻ്റെ പിന്നീടുള്ള വിധി നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന ആൾ പ്രധാനമന്ത്രി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇന്ത്യയെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വിമർശിച്ചവരാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ളെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നേരെ എന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ വന്നവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലിയെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ നേരെ ഏതെങ്കിലും എതിരാളിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ശക്തി കൂടി അദ്ദേഹം അങ്ങ് ആവാഹിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നിരന്തരം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആളുടെ സ്ഥാനം തന്നെ തെറിച്ചു, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. ഇപ്പോൾ മാലദ്വീപിൻ്റെ കാര്യം ഇനി കണ്ടറിയണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരൊറ്റ സന്ദർശനവും 3-4 ഫോട്ടോയും കൊണ്ട് അങ്ങ് വടക്കേ ഇന്ത്യയിലും മറ്റുമുള്ള പൊതുവേ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ലക്ഷദ്വീപ് എന്നൊരു സംഗതി വളരെ പെട്ടെന്ന് അവരുടെ ടൂറിസം മാപ്പിലേക്ക് വരികയും മാലദ്വീപിലേക്കുള്ള ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്തിട്ട് ആളുകൾ ലക്ഷദ്വീപിനെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും 2 രീതിയിലുള്ള ലക്ഷ്യമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. ഒന്ന്, ലക്ഷദ്വീപിനെ ടൂറിസത്തിൻ്റെ മാപ്പിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വില്ലകൾ വന്നു, പല കാര്യങ്ങളും വന്നു. അതിന് മുമ്പായിട്ട് നമുക്കറിയാം, ലക്ഷദ്വീപിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ പെട്രോൾ പമ്പുകളില്ല. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ തന്നെ BP കോരി ഒടിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അവിടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് പെട്രോൾ പമ്പുകൾ വന്നു. ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടാനുകോടികൾ അവിടെ ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിനോടകം അവിടേക്ക് കടലിൻ്റെ അടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ വലിച്ചു. ഒപ്പം നമ്മുടെ നാവികസേനയുടെ ചില കേന്ദ്രങ്ങളും അതിനോട് ചുറ്റി. കാരണം നമുക്ക് അതിനോട് ചുറ്റിപ്പറ്റി, കടലിനോട് ചുറ്റിപ്പറ്റി കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കള്ളക്കടത്തും മയക്കുമരുന്നൊക്കെ വന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ലക്ഷദ്വീപ് എന്ന് പേരുണ്ടെങ്കിലും ഏതാനും ദ്വീപുകളിൽ മാത്രമേ ഉള്ളൂ അവിടെ ജനവാസം, ബാക്കിയൊക്കെ വെറുതെ കിടക്കുന്നതാണ്. അപ്പോൾ പല ദ്വീപുകളും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഒരു ആർമിയുടെ ക്യാമ്പോ അല്ലെങ്കിൽ ഒരു ബേസും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും അത് രാജ്യത്തിനൊരു ഗുണപരമാണ്. അപ്പോൾ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ സംഖ്യകൾ പറയുന്ന പോലെ തലൈവർ, ലക്ഷദ്വീപിൽ ചെന്നത്, കടലിലിറങ്ങിയത്, കസേരയിരുന്നത്, നടന്നത്. പക്ഷേ ഈ കഥയൊന്നും അറിയാതെ ഇവിടെ നിന്ന് കമ്മികളും കൊങ്ങികളും ട്രോളിൽ തള്ളി. അവർ ട്രോള് പോലും അവർക്കത് തിരിച്ചടിയായി. കാരണം ചിന്തിക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ മണ്ടന്മാരും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. വലിയ വിദ്യാഭ്യാസവും വലിയ അറിവുള്ളതും ലോകപരമുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയാതായിരിക്കില്ല അദ്ദേഹത്തിന് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നുണ്ട് അത് സ്കൂബ ഡൈവിംഗ് അല്ല, സ്കൂബ ഡൈവിങ്ങിന് ഇങ്ങനെ ജാക്കറ്റ് ഇടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മികൾ കിടന്നുകൊണ്ട് ട്രോളുന്ന്
അവരോട് പറയാനൊന്നേ ഉള്ളൂ, ഇത്തരം ചില രീതികളും ഉണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല, അത് പക്ഷേ ഒരു തൊഴിലാക്കാതിരുന്നാൽ മാത്രം മതി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.